അസ്സലാമു അലൈക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. വിശുദ്ധ റമദാൻ്റെ ദിനരാത്രങ്ങൾ പ്രാർത്ഥനാനിരതമായി കടന്നു പോവുകയാണ്. മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. കരുണയുടെ 10 ദിവസങ്ങളെന്നാണ് ആദ്യത്തെ 10 പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത്. റഹ്മത്തിൻ്റെ 10, അതായത് റമദാൻ മാസത്തെ 3ആയി ഭാഗിക്കുകയും ആദ്യത്തേത് കരുണയുടെയും, രണ്ടാമത്തേത് പാപമോചനത്തിൻ്റെയും, മൂന്നാമത്തേത് നരകത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെയും ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. പ്രവാചകൻ പറയുന്നുണ്ട്, ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ കരുണയുടെ പ്രാധാന്യം ഊന്നി ഊന്നി പറയുകയാണ് പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ്റെ പല അധ്യായങ്ങളും കരുണ മുൻനിർത്തിയിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന ആയത്ത് അധ്യായം സൂറ മാഊനാണ്. മാഊൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ സഹായം എന്നാണ്. സഹായം എന്ന് പറഞ്ഞാൽ വലിയ സഹായമല്ല, ചില്ലറ സഹായം എന്നാണ് ആ വാക്കിൻ്റെ അറബി വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ചെറിയ സഹായത്തിന് പോലും എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ വാക്ക് തന്നെ തലക്കെട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സൂറത്തിനെ പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله. ഈ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദൈവത്തിൻ്റെ ശത്രുക്കൾ ആരാണ്? പരലോകത്തിൻ്റെ ശത്രുക്കൾ ആരാണ്? ആരാണ് മതത്തെ നിഷേധിക്കുന്നത്? യഥാർത്ഥ മതനിഷേധി ആരാണ് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അടുത്ത വചനത്തിൽ പറയുന്നു, വല ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥരെ ആട്ടിയകറ്റുന്നവരാണ് മതനിഷേധികൾ, ദൈവത്തിൻ്റെ ശത്രുക്കൾ, പരലോകത്തിൻ്റെ ശത്രുക്കൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുക, അത് പ്രാർത്ഥിക്കാത്തവരാണ്, നിസ്കരിക്കാത്തവരാണ്, അല്ലെങ്കിൽ നോമ്പെടുക്കാത്തവരാണ്, ഹജ്ജിന് പോകാത്തവരാണ്. ഇവിടെ വളരെ ഗൗരവത്തോട് പറയുന്നു, യഥാർത്ഥ മതനിഷേധി, ധിക്കാരി, അനാഥരെ അകറ്റുന്നവരാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രോത്സാഹനം നൽകാത്തവരാണ്. ഭക്ഷണം കൊടുക്കാത്തവരാണ് എന്നല്ല, കൊടുക്കാത്തവർ ധാരാളമുണ്ട്. യഥേഷ്ടം പണമുണ്ടാകും, ആരെങ്കിലും വിശന്ന് ഭക്ഷണം ചോദിക്കും, കൊടുക്കുകയും ചെയ്യില്ല. അതുമാത്രമല്ല, കുറച്ചുകൂടി കടന്ന് മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിലക്കിക്കളയും. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? അതൊക്കെ ചൂഷണങ്ങളാണ്, അത് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായി മാത്രം കണ്ടുകൊണ്ട് അതിനെ വിലക്കുന്നവരാണ്. നമ്മൾക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തയും പ്രസാദാത്മകമായ മനോഭാവമാണ് ജീവിതത്തിൽ നല്ലത്. എന്തിനേയും സംശയത്തോടെ കാണുന്നതിന് പകരം പരമാവധി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ താങ്ങുക, അവർക്ക് അത്താണിയാവുക എന്നതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയായി, ആരാധനയായിട്ട് തന്നെയാണ് മതം കാണുന്നത്. അതിനുശേഷമുള്ള ആയത്തിൽ ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് അതിഭീകരമായ ശിക്ഷ എന്ന്.
അത് പെട്ടെന്നത് കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്നു പോകും. എന്താണ് പറയുന്നത്? എന്തൊരു പ്രസ്താവനയാണത്? പ്രാർത്ഥിക്കുന്നവർക്കാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ശിക്ഷ പ്രാർത്ഥിക്കുന്നവർക്കാണ്, നിസ്കരിക്കുന്നവർക്കാണ്. എങ്ങനെയുള്ള നിസ്കാരം? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ആർക്കോ വേണ്ടി അലസതയോടെ, അശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ, ഞാനൊരു നല്ല വിശ്വാസിയാണെന്ന് കാണിക്കാൻ, വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ ഒന്ന് നിറഞ്ഞു നിന്ന് ഒരു വലിയ വിശ്വാസിയായി, ഭക്തനായി ചമയുന്ന പ്രാർത്ഥനകൾ നിഷ്ഫലമാണെന്ന് സൂചിപ്പിക്കാനാണത്. അതുമാത്രമല്ല, അല്ലദീനഹും യുറാഊന, ഒരുവിധം പേരൊക്കെ ഈ കാണിക്കുന്നതിനുള്ള ലോകമാന്യത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്. അവരൊക്കെയാണ് നിഷേധികളെന്ന് പറയുകയാണ്. ഈ അധ്യായത്തിൻ്റെ അവസാന വചനം വളരെ ശ്രദ്ധേയമാണ്. വയംനഊനൽ മാഊൻ. സൂറത്തിൻ്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. അധ്യായത്തിൻ്റെ തലക്കെട്ട് മാഊൻ എന്നാണ്. അവർ ചില്ലറ സഹായം പോലും വിലങ്ങും, തടഞ്ഞു കളയും. അതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഒരു വീട്ടിലൊരു സാധനം ഇല്ല, ഇപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ വെള്ളം, അവിടെ കിണറിൽ വെള്ളം വറ്റിയിട്ടുണ്ടാവും വേനൽക്കാലത്ത്. അപ്പോൾ അപ്പുറത്തേക്ക് വെള്ളം പോവുകയാണ്. അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആ വെള്ളം തീരാനൊന്നും പോകുന്നില്ല, നല്ല ഉറവയുള്ള കിണറാണ്, എന്നാലും കൊടുക്കില്ല. അല്ലെങ്കിൽ അവരുടെ പറമ്പ് വഴി വൈദ്യുതിയുടെ കണക്ഷൻ പോകണം, അല്ലെങ്കിൽ ചെറിയൊരു നടപ്പാത കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥലം ഒന്ന് ഏക്കർ കണക്കിനൊന്നും വേണ്ട, 1 സെൻറ്റ് പോകുന്നതാണ്. അത് അവർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ കൊടുക്കുന്നതിനെ തടയുകയും ചെയ്യുമെന്ന്. ഇത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് കരുണ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, ക്രൂരത നിറഞ്ഞു വരുന്ന കാലമാണ്. അപ്പം മനുഷ്യൻ ക്രൂരത എന്ന് പറയുന്നത് കേവലം ഒരു കത്തിയെടുത്ത് കുത്തുകയോ വെടിവെച്ച് വീഴ്ത്തുകയോ ചെയ്യുന്നത് മാത്രമല്ല, മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെല്ലാം ക്രൂരതയാണ്, കരുണയില്ലായ്മയാണ്. പ്രവാചകൻ കരുണയുടെ ഒരു കഥ പറയുന്നുണ്ട് അനുയായികളോട്. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്ന ഒരു ഭക്തയായ സ്ത്രീയുടെ കഥ. ആ സ്ത്രീ നല്ല പ്രാർത്ഥന മുറുകെ പിടിക്കുന്ന സ്ത്രീയാണ്, ദൈവഭക്തിയുള്ള സ്ത്രീയാണ്, പാതിരാവുകൾ പോലും ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ വീട്ടിലെ പൂച്ച, വളർത്തുന്ന പൂച്ച അനുസരണക്കേട് കാണിച്ചപ്പോൾ ദേഷ്യം പിടിച്ച് ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല. അതങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചു. അപ്പോൾ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ അനുയായികളോട് പഠിപ്പിച്ചു. അതേ പ്രവാചകൻ തന്നെ പറയുന്നത്, അസാൻമാർഗ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീ, അഥവാ വേശ്യയായ ഒരു സ്ത്രീ, ആ വേശ്യയായ സ്ത്രീ ഒരു കാഴ്ച കാണുകയാണ്. നായ ദാഹിച്ച് വലഞ്ഞ് എവിടെയും ഭക്ഷണം കിട്ടാതെ അവശനായി നടക്കുകയാണ്, കറങ്ങിക്കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രയാസം പരിഗണിച്ച് മനസ്സിലാക്കി ഈ സ്ത്രീ കിണറിലേക്ക് ഇറങ്ങുകയാണ്. കിണറിലേക്ക് ഇറങ്ങിയിട്ട് ഒരു തോൽ സഞ്ചിയിൽ വെള്ളം ശേഖരിച്ച് വായ കൊണ്ട് കടിച്ചു പിടിച്ച് മുകളിലേക്ക് സാഹസികമായി കയറിയിട്ട് ആ നായയുടെ ദാഹം ശമിപ്പിച്ചു. ആ ദാഹം ശമിപ്പിച്ചതിൻ്റെ ഫലമായി ആ ദുർനടപ്പുകാരിയായിട്ടുള്ള ആ സ്ത്രീ വിശ്വാസിയായി എന്നും അവൾ സ്വർഗപ്രവേശനത്തിന് അർഹയാണെന്നും പ്രവാചകൻ പഠിപ്പിച്ചു. ഇതാണ് ദീനാനുകമ്പയുടെ സഹകരണങ്ങളുടെ പ്രാധാന്യമായിട്ട് ഖുർആൻ പറയുന്നത്. ഈ അധ്യായം തന്നെ ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഖലീഫമാരും ഒക്കെ ഈ വിഷയത്തിൽ വളരെ നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഒരു കഥ, നോമ്പ് അനുഷ്ഠിച്ച് കുട്ടികൾക്ക് രോഗം വന്നപ്പോൾ നോമ്പ് നോക്കാൻ തീരുമാനിക്കുകയാണ്, രോഗശമനത്തിന് വേണ്ടി. അങ്ങനെ കരുതിക്കൊണ്ട് നോമ്പ് നോക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഉണ്ടാകുക, ഒരു ബാർലി ധാന്യത്തിൻ്റെ കഞ്ഞിയോ അല്ലെങ്കിൽ മുത്താറിയുടെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ് കിട്ടുക. ഒരു നേരം കഴിച്ചെങ്കിൽ കഷ്ടിച്ച് കഴിച്ചെങ്കിലായി. അങ്ങനെ നോമ്പ് തുറക്കാൻ നോക്കുമ്പോൾ ഒരു മിസ്കീൻ കടന്നു വരികയാണ്, ഒരു അഗതി. അപ്പോൾ അവർ ചെയ്തത്
അവർ ഭക്ഷണം കഴിക്കാതെ ആ ഭക്ഷണം ആ അനാഥർക്ക് കൊടുക്കുകയാണ്, അഗതിക്ക് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ദിവസം ഒരു അനാഥൻ വരികയാണ്. ഇതേപോലെ വളരെ പരിതാപകരമായി ക്ഷീണിതനായി വന്ന് കണ്ടപ്പോൾ അവർ വെള്ളം കുടിച്ചുകൊണ്ട് അവർക്കുള്ള ചെറിയ പരിമിതമായ ഭക്ഷണം അവർ കൊടുത്തു. മൂന്നാമത്തെ ദിവസം ആയതോടുകൂടി അവർ വളരെ തളർന്നുപോയി. എന്നിട്ട് പോലും ജയിലിൽ നിന്ന് അകാരണമായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് മോചിതനായ ഒരാളാണ് വരുന്നത്. കാരണം പ്രവാചകൻ്റെ മകളുടെയും ഭർത്താവിൻ്റെയും അടുത്താണ് വരുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ ആ വിശാലമായ മനസ്സ്, ധർമ്മിഷ്ഠനായ പ്രവാചകൻ്റെ ആ ഒരു പാരമ്പര്യം എന്തായാലും ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് അവരാ വീട്ടിൽ വന്നത്. മൂന്നാമത്തെ ദിവസവും കൊടുത്തു. അവിടെ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്, വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. അവർ ദൈവപ്രീതി വിചാരിച്ച് മിസ്കീനും യതീമിനും ജയിലിൽ നിന്ന് മോചിതനായ ആളുകൾക്കുമൊക്കെ ദാനം ചെയ്തു. അലി പറയുന്നത്, ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫാത്തിമ ബീവി പറയുന്നത്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളടുത്ത് നിന്നൊരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിന്ന് നന്ദി കിട്ടാൻ വേണ്ടിയിട്ടുമല്ല. ഇന്നത്തെ സഹായ ദാനധർമ്മങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഒന്നിക്കിൽ അവരുടെ നിന്ന് തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ എപ്പോഴും വിനീത വിധേയരായിട്ട് നമ്മൾക്കിങ്ങനെ വിധേയരായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു അഹങ്കാരം. അതിലെല്ലാം അപ്പുറം സമ്പൂർണ്ണമായി നിഷ്കളങ്കമായി ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സൽക്കർമ്മമായിരുന്നു അത്. ഇന്നത്തെ ദാനധർമ്മങ്ങളൊക്കെ പറയുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ. നിങ്ങളൊരു ദാനധർമ്മങ്ങളെ അത് എടുത്തു പറഞ്ഞുകൊണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, ഹരാസ് ചെയ്തുകൊണ്ട് അതിനെ നിഷ്ഫലമാക്കി കളയരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നിങ്ങൾ നാഥൻ്റെ വഴിയിൽ ചെലവഴിക്കേണ്ടത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ജനങ്ങൾക്ക് കൊടുക്കുന്നത് വരെ നിങ്ങളുടെ നന്മകളൊന്നും സ്വീകരിക്കപ്പെടില്ല. അപ്പം അങ്ങനെയുള്ള നന്മയുള്ള, അലിവുള്ള, കരുണയുള്ള വിശ്വാസികളാവാൻ ദൈവം നമ്മെ തുണക്കട്ടെ. മറ്റൊരു വിഷയവുമായി നമുക്ക് നാളെ കാണാം. ഖുർആൻ്റെ വ്യത്യസ്തമായ അധ്യായങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ വചനങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസം പൂർണ്ണമായി ഉൾക്കൊള്ളാനും ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും മനഃപാഠമാക്കാനും പരസ്പരം അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഈ നല്ല സമയങ്ങളിൽ എനിക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.